ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്നതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ജൂലൈ 30 മുതൽ ഇന്ന് വരെ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സേന ഇന്ന് മടങ്ങുകയാണ് എന്ന ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. മേജർ ജനറൽ വി.ടി. മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള 500 അംഗ സേനയാണ് അവിടെ രക്ഷാപ്രവർത്തനം ഇതുവരെയും നടത്തിയിരുന്നത്. കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും ചുമതലയുള്ള മദ്രാസ് റെജിമെൻറ്റിൻ്റെ തലവനാണ് മേജർ ജനറൽ വി.ടി. മാത്യു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ കരസേന രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. അതുപോലെ തന്നെ ജൂലൈ 30 ദുരന്തം ഉണ്ടായ അന്ന് തന്നെ കരസേനയുടെയും വ്യോമസേനയുടെയും നേവിയുടെയും രക്ഷാപ്രവർത്തകർ അവിടെ എത്തുകയും ദുരന്തത്തിൽ അപകടം സംഭവിച്ചവരെ രക്ഷപ്പെടുത്തുകയും രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്ത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു. അതുപോലെ തന്നെ ഒരുപാട് രക്ഷപ്പെടുത്താൻ കഴിയാത്ത ശരീരങ്ങൾ അവർ കണ്ടെടുത്തു. ഏതായാലും അവരുടെ രക്ഷാപ്രവർത്തനത്തെ നമുക്ക് വളരെയധികം ബഹുമാനിക്കേണ്ടതും ആദരിക്കേണ്ടതുമുണ്ട്. ഇന്ന് അവർ രക്ഷാദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങുകയാണ്. രക്ഷാപ്രവർത്തനം നടന്ന അന്ന് മുതൽ അവിടെ പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിയെ അയച്ചിരുന്നു. ജോർജ് കുര്യൻ മലയാളിയാണ്. അദ്ദേഹത്തെ അവിടെ അയച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൻ്റെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ വളരെ വേഗതയോടെ നടക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇന്ന് വയനാട് ജില്ലാ കലക്ടർ മേഘശ്രീയുടെ നേതൃത്വത്തിൽ അവിടെ സർക്കാർ അവർക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രയയപ്പ് നൽകുകയുണ്ടായി. കാരണം നല്ലൊരു കാര്യമല്ലല്ലോ അവിടെ വയനാട് നടന്നിട്ടുള്ളത്. ഏതായാലും അവർ ഒരു ദൈവത്തെപ്പോലെ കാണണമെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. കാരണം ഇന്ത്യൻ സേന എന്ന് പറഞ്ഞാൽ ഓരോ പട്ടാളക്കാരനും അതിൻ്റേതായ മൂല്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യൻ അതിർത്തികളിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ വീടുകളിൽ കിടന്നുറങ്ങുന്നത് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും വയനാട് രക്ഷാപ്രവർത്തനം നടന്നപ്പോഴാണ് നമ്മൾ സൈന്യത്തിൻ്റെ വില ഏകദേശം മനസ്സിലായത്. ഇതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഷിരൂരിൽ നിന്നും അർജുനെ കാണാതായ അന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലായിരുന്നു. സേനയുടെ കാര്യവും മറ്റുള്ള ഈ ഓരോ പട്ടാളക്കാരൻ്റെ വില. അതുപോലെ തന്നെ അവിടെ മുണ്ടക്കൈ എന്ന ഗ്രാമം ഒറ്റപ്പെട്ടു കിടന്നു. കാരണം ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്കുള്ള പാലം ഒലിച്ചു പോയി. അതുപോലെ തന്നെ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചില്ല. കൊണ്ട് പട്ടാളത്തിൻ്റെ ആളുകൾ ബാംഗ്ലൂരിൽ നിന്ന് എൻജിനീയറിംഗ് ടീം വന്ന് സേനയുടെ എൻജിനീയറിംഗ് വിഭാഗം വന്ന് മേജർ അനീഷ് മോഹൻ്റെയും അതുപോലെ തന്നെ മേജർ സീത ഷെൽക്കെയുടെയും നേതൃത്വത്തിൽ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈയിലേക്ക് ഒരു പാലം നിർമ്മിക്കുകയും 31 മണിക്കൂർ അവർ കഠിനാധ്വാനം ചെയ്തിട്ട് 190 അടി നീളത്തിലുള്ള പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏതായാലും ഈ പാലം ഉണ്ടായതുകൊണ്ടാണ് മുണ്ടക്കൈയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സാധിച്ചത്. ഏതായാലും അവിടെ ആയിരക്കണക്കിന് പേരുടെ ജീവൻ രക്ഷിച്ച് ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു, സംസ്കരിച്ചു. അതിനുശേഷം അവർ ദൗത്യം പൂർത്തിയാക്കി മടങ്ങുകയാണ്. ഏതായാലും ഇന്ത്യൻ ഓരോ പട്ടാളക്കാരനെയും നമ്മൾ ബഹുമാനിക്കണം, അതുപോലെ തന്നെ ആദരിക്കണം. അവർക്ക് അതിൻ്റേതായ വില നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. സർവീസിൽ ഉള്ള പട്ടാളക്കാരെ മാത്രമല്ല, സർവീസിൽ നിന്നും വിരമിച്ച പട്ടാളക്കാരെ കൂടി നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം അവർ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇത്ര ധൈര്യത്തിൽ വീടുകളിൽ കിടന്നുറങ്ങുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ രാത്രിയും പകലുമില്ലാതെ മറ്റുള്ള ഐസിലും അതുപോലെ തന്നെ മരുഭൂമിയിലും കിടന്ന് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി കാവൽ കിടക്കുന്നവരാണ്.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും നമുക്ക് അവരെ വളരെ ബഹുമാനത്തോടു കൂടി നമുക്ക് അവരെ യാത്രയാക്കാം. അതായത് നമ്മൾക്ക് അവർ നല്ല ഒരു കാര്യത്തിനല്ല വന്നത്. ഏതായാലും വന്നത് ഒരുപാട് ആയിരക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഇത്തരത്തിലുള്ളൊരു ദുരന്തങ്ങൾ ഇനി ഉണ്ടാവാതിരിക്കാൻ നമുക്ക് ഏതായാലും പ്രാർത്ഥിക്കാം. അല്ലാതെ നമുക്ക് പ്രകൃതി കാലാവസ്ഥാപരമായും പ്രകൃതിപരമായും ഉണ്ടാവുന്ന ദുരന്തങ്ങളിൽ നമുക്കൊരു തടയിടാൻ കഴിയില്ല. എന്നാലും ദുരന്തമുണ്ടാവുന്ന ഭാഗത്തു നിന്ന് ഇനി താമസം പൂർണ്ണമായും മാറ്റാനും അതുപോലെ തന്നെ ഇനി ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ ഉള്ള മുൻകൈ എടുക്കാനും നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു നീക്കം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കാം. ഏതായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്.